അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്ന വളരെ ബുദ്ധിരാക്ഷസനായിട്ടുള്ള മലയാള സിനിമയുടെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ വരെ ആഗ്രഹിക്കുന്ന അതിനുള്ള കഴിവൊക്കെ ഒബ്വിയസ്ലി ഉള്ളൊരാളുമാണ്. അപ്പോൾ അദ്ദേഹം ലാൽ സാറിനെ വെച്ച് ചെയ്യുന്നൊരു പടം വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ അദ്ദേഹം വളരെ ബുദ്ധിപരമായി ആ സിനിമ ഈ നമ്മുടെ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ മാർക്കറ്റ് ചെയ്യാനൊന്നും ഉപയോഗിക്കാത്ത സ്ട്രാറ്റജി, ലൂസിഫറിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ കുഞ്ഞൊരു ചിത്രമാണ്, വളരെ ചെറിയ ചിത്രമാണ്, വളരെ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്തതാണ് അദ്ദേഹം ആദ്യത്തെ പടം മാർക്കറ്റ് ചെയ്തത്. രണ്ടാമത്തെ പടം അദ്ദേഹം മാർക്കറ്റ് ചെയ്യാനും ബ്രാൻഡ് ചെയ്യാനും ഉപയോഗിച്ച സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റാണ്. അതിൽ അദ്ദേഹം പാൻ ഇന്ത്യ പോയി അദ്ദേഹം ഫുൾ മാർക്കറ്റ് ചെയ്തു, എല്ലാ സിറ്റീസിലും പോയി യൂട്യൂബേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇൻ്റർവ്യൂ കൊടുത്തു. അപ്പോൾ അദ്ദേഹവും ലാൽ സാറും കൂടെ ഇരുന്നിട്ടാണ് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ അത്തരം ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സ്വീകരിച്ച് ഈ പടത്തിൽ ആൾക്കാരെ മാക്സിമം, അത് അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ്, ഒരു സിനിമാ ഡയറക്ടറുടെയും പ്രൊഡ്യൂസറിൻ്റെയും ആസ് ഇറ്റ് ഈസ് ആക്ടറുടെയും ധർമ്മമാണ് ആ പടത്തിൽ മാക്സിമം ആൾക്കാരിൽ എത്തിക്കുക, അത് ബ്രാൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ തികച്ചും ബ്രാൻഡിങ്ങിൻ്റെയും ഞാൻ ജോസ് തോമസ് സാറ് പറയുന്നതിനോട് 101% യോജിക്കുന്നു. ബ്രാൻഡിങ്ങിൻ്റെയും മാർക്കറ്റിങ്ങിൻ്റെയും ഒരു സ്ട്രാറ്റജിയാണ് ആ ഒരു സ്ട്രാറ്റജി. കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ ഏതൊക്കെ രംഗമാണ് വെട്ടിമാറ്റാൻ പോകുന്നത് അതിനു മുമ്പ് ഈ പടം കാണാനുള്ള തുറ ആൾക്കാരിലേക്ക് കൊണ്ടുവരിക. അത് 2-3 ദിവസത്തെ കാര്യമേ ഉള്ളൂ. ഈ സമയം എടുക്കുന്നതെന്ന് വെച്ചാൽ നാളെ ഞായറാഴ്ചയാണ്, മറ്റന്നാൾ റംസാൻ്റെ അവധിയാണ്, അതിനുശേഷം ചൊവ്വാഴ്ച ക്യാൻസലേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട്. ഞാനൊരു തിയേറ്ററിന്റെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങൾ എംബ്രാന് വേണ്ടി പുതിയ തിയേറ്റർ ലോഞ്ച് ചെയ്തു, സോൺ റോയ് എന്ന വ്യക്തി സ്വന്തം നാട്ടിൽ. അപ്പോൾ അവിടെ ക്യാൻസലേഷൻ വരുന്നു, ഗ്രൂപ്പായിട്ടുള്ള ക്യാൻസലേഷൻ വരുന്നു. അപ്പോൾ അത് മാക്സിമം തടയെടുക്കുക. പെരുന്നാളിന് മുമ്പുള്ള കളക്ഷൻ അങ്ങനെയൊക്കെ അതൊരു സിനിമയുടെ സ്ട്രാറ്റജിയാണ്. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ്. അതൊരു പ്രൊഡ്യൂസറുടെയും സംവിധായകൻ്റെയും മറ്റാൾക്കാരുടെയും ധർമ്മമാണ്. ഇത് എഴുതിയിരിക്കുന്ന മുരളി ഗോപി എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചർച്ചകളിൽ ഇതുവരെ ഞാൻ ആ പേര് കേട്ടിട്ടില്ല. കാരണം ഒരു സ്ക്രിപ്റ്റ് ഇപ്പം മോഹൻലാൽ സ്വന്തമായിട്ട് എഴുതിയ ഡയലോഗൊന്നുമല്ല അദ്ദേഹം പറയുന്നത്, പൃഥ്വിരാജ് എഴുതി വെച്ച ഡയലോഗൊന്നുമല്ല പറയുന്നത്. ഇതിൻ്റെ അകത്ത് മറ്റേ വില്ലൻ്റെ പേര് ഇതാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് മുരളി ഗോപിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഇവിടെ ഒരിടത്തും പ്രതിപാദിച്ചിട്ടില്ല.